ഹായ് ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സിമ്പിൾ അനാർക്കലി ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ചെയ്യുന്നില്ല. കാരണം അത്ര വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല ഞാൻ. അപ്പം ഞാൻ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം, കാരണം ഇത് നമ്മുടെ ആർമി ക്വാർട്ടറാണ്. ഇതിനകത്ത് ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് ചടപടേന്ന് നമ്മുടെ മേക്കപ്പ് ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ അക്കോളജിക്കയുടെ മോയ്സ്ചറൈസറാണ് ഗൈസ്. അപ്പം നമുക്ക് അക്കോളജിക്കയുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസിൻ്റെ ഒരു വൈബ് തോന്നുന്നുണ്ടില്ലേ. ഇത് നമ്മുടെ ഹണിയുടെയാണ് ഞാൻ തലയിൽ വെച്ചേക്കുന്നത്. എൻ്റെ കയ്യിൽ ഒതുക്കി വെക്കുന്ന ബോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇത് ഹണിയുടെതാണ്. അപ്പോൾ അത് വെച്ച് അങ്ങോട്ട് സെറ്റ് ആവാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇപ്പോൾ റെഡിയായിട്ട് എവിടെ പോകാമെന്ന് വെച്ചാൽ നമ്മുടെ ആർമിയിൽ മന്ത്രി പ്രോഗ്രാം വരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അപ്പം ആ മന്ത്രി പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. മന്ത്രി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ വരും വിശേഷത്തിനൊക്കെ. അപ്പം അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുവാണ് ഞാൻ. ഫസ്റ്റ് സത്യം പറഞ്ഞാൽ സാരി ഉടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഇത് അക്കോളജിക്കയുടെ സൺസ്ക്രീനാണ് കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്ലാക്ക് സാരിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ അണ്ടർ സ്കേർട്ടില്ല. അണ്ടർ സ്കേർട്ട് ഇല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാം, എൻ്റെ ബാഗി ജീൻസ് വെച്ച് സാരി ഉടുത്ത് നോക്കി. പക്ഷേ ഭയങ്കര വൃത്തിയോടായിരുന്നു. എന്ന് വെച്ചാൽ അത് സീ ത്രൂ ആണ് സാരി ഭയങ്കര നൈസായിട്ടുള്ള ജോർജറ്റിൻ്റെ സാരി. അപ്പോൾ അതിനകത്തൂടെ നല്ല വൃത്തിക്കെല്ലാം കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഹണിയുടെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് കുഴപ്പമില്ല, പക്ഷേ അവൾ പറയുന്നത് കാണാൻ പറ്റുന്നുണ്ട് മമ്മി. പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഇടുമല്ലോ, അപ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ലല്ലോ അങ്ങനെ ഇടുന്നതിന്. ഹണി ഇവിടെ നിൽപ്പുണ്ട്, നോക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അവളൊരു വരെ ഒരുങ്ങിക്കഴിഞ്ഞ്. അപ്പം ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് വരുവാണ്. നമ്മളിപ്പോൾ പഞ്ചാബിലാണ്. കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാട്ടിൽ നമ്മൾ കൊല്ലത്താണ്, പക്ഷേ ഇപ്പം നമ്മൾ പഞ്ചാബിലാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ആർമിയിലായതുകൊണ്ടേ നമ്മൾ ആർമി ക്വാർട്ടറിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മമാ എർത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ നോർമലി അങ്ങനെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടായോ കാണിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 2 ആണ് കേട്ടോ. ക്രീം ഗ്ലോ എന്നുള്ളൊരു ഷെയ്ഡാണ്. അപ്പം നമുക്ക് ഇടാം. ഇത് ബേബി ഹഗ്ഗിൻ്റെ ബേബീസിൻ്റെ ലിപ് ബാമാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ഹണിക്ക് വേണ്ടി മേടിച്ചതാണ്. ഞങ്ങളങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ മാറിയും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യും. ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിനി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ എൻ്റെ ഫേസിൻ്റെ ഒരു പ്രത്യേകത അത് നല്ല പ്രത്യേകതയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. എൻ്റെ ഫേസിലേ നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഓവറായിട്ട് ഒരുങ്ങിയ ഒരു ഫീൽ എൻ്റെ ഫേസിൽ വരും. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ചിലവരുടെ ഫേസ് കണ്ടിട്ടുണ്ട്, നമ്മളെ എത്ര നന്നായിട്ട് ഒരുങ്ങിയാലും അവരുടെ മുഖത്ത് അവർ ഒരുങ്ങിയതായിട്ട് തോന്നത്തില്ല. പക്ഷെ എൻ്റെ ഫേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴേ ഏതാണ്ടൊക്കെ ഒത്തിരി എന്തൊക്കെയോ ചെയ്ത ഒരു ഫീല് തോന്നും. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ച പർപ്പിൾ ബ്രാൻഡിൻ്റെ തന്നെ ഐബ്രോ കിറ്റാണ്. ഇതിനകത്ത് 2 ഷെയ്ഡുണ്ട്, ഒന്ന് ബ്രൗണും ഒന്ന് ബ്ലാക്കും. എൻ്റെ പക്ഷേ ബ്ലാക്കാണ് ഐബ്രോ, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴേ ഈ ഫസ്റ്റ് ഇവിടുന്ന് ഫില്ല് ചെയ്യാതിരിക്കണേ. നമ്മൾ കാണാൻ പറ്റുന്നില്ല, നമ്മൾ ഇവിടെ ആദ്യം ഫില്ല് ചെയ്യരുത്, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത ഐബ്രോയും ഫില്ല് ചെയ്ത്, അയ്യോ അത് ഇച്ചിരി കയറിപ്പോയി. എൻ്റെ കൈ കണ്ണാടിയില്ല, ഞാൻ കണ്ട ഇവിടെ ഒരു കണ്ണാടി വെച്ചാൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് തന്നെ ഒരു സ്പൂലി വരുന്നുണ്ട്, നമുക്ക് അത് വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഞാൻ ഈ ഐഷാഡോ പാലറ്റിനകത്തുനിന്ന് എനിക്ക് ഐഷാഡോ ഒരുപാട് യൂസ് ചെയ്യുന്ന ഭയങ്കര ഒട്ടും അത്ര വലിയ താല്പര്യമുള്ള കേസല്ല. ഹണിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഐഷാഡോ. ഇതിനകത്തുനിന്ന് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഈ ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ താഴെ ഒന്ന് ഇട്ട് കൊടുക്കും. അല്ലാതെ ഇടുന്നില്ല. ജസ്റ്റ് ഈ ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഈ കണ്ണിൻ്റെ ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഐലൈനർ കുറച്ച് കഴിയുമ്പോൾ അത് മേളിൽ പറ്റും. പക്ഷെ അത് വാട്ടർ പ്രൂഫാണ്. പക്ഷെ ജെല്ലായി മറ്റേ ഭയങ്കര പാടാട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ മെബിലിൻ്റെ കൊളോസിയൽ കാജൽ. ഒരു മിനിറ്റ് ഗൈസ്, മമ്മിക്ക് ഭയങ്കര പാടായോണ്ട് തന്നെ നമുക്കൊരു മിറർ കൊടുക്കാം. ഇതെടുത്തോണ്ട് വന്നാ നീ എവിടെ നിന്ന് കിട്ടിയത്? അത് അടിയിൽ കിട്ടി എനിക്ക്. ഇത് ഹണിയുടെ മിററാണ്. അപ്പം ഞാൻ നമ്മുടെ കണ്ണ് ജസ്റ്റ് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം നമുക്ക്. അപ്പം ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അകം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ, ഇത് എൻവൈബയുടെ ഐലൈനറാണ്. ഇത് യൂസ് ചെയ്ത് തീരാറായെന്ന് ഇവള് പറയുന്നത്. ഇവളിപ്പോൾ എഴുതിയപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് തീരാറായെന്ന്. ഇതെല്ലാം എഴുതി നോക്കട്ടെ. ഓൾമോസ്റ്റ് തീരാറായി. അപ്പം ഞാൻ കണ്ണെഴുതുമ്പോൾ എപ്പോഴും വിങ്സ് വരച്ചിട്ടാണ് കണ്ണെഴുതുന്നത്. എനിക്കതാ ഇഷ്ടം. അപ്പോൾ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മേബിലിൻ്റെ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് മേബിലിൻ്റെ മേഡ് ഈസിയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കേ. ഓക്കെ, നമുക്ക് ലിപ് ബാം ഇട്ടത് ജസ്റ്റ് ഒന്ന് തൂത്ത് കളയാം. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടു. വണ്ടിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അയ്യോ, പോകാനുള്ള വണ്ടി വന്നെന്ന് തോന്നുന്നു ഗൈസ്. ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്കാണോ? അപ്പം ഞാൻ മേബിലിൻ്റെ മേഡ് ഈസിയാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഷെയ്ഡാണ് ഗൈസ്. ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ഇതായിട്ടുള്ള ലിപ്സ്റ്റിക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ മിക്സ് ചെയ്യും. അപ്പം ഞാൻ പൊട്ടിടാൻ പോവാണ് ഗൈസ്. ഞാൻ എവിടെ പോയാലും തന്നെ ഈ ഒരു പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്തോ ഇട്ടാൽ ഈ ബ്ലാക്ക് പൊട്ട് വിട്ടിട്ടൊരു കളി എനിക്കില്ല. അപ്പം എന്താണ്ട് ഒരു പൊട്ടും കുത്തി കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ ഈ മേബിലിൻ്റെ വിനയൽ ലിങ്കിൻ്റെ എക്സ്ട്രാ ഷെയ്ഡും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കാം. എനിക്ക് ഈ മിക്സ് ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് ഷേക്ക് ചെയ്യാതെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് എക്സ്ട്രാ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് സെൻറ്റർ പാർട്ടിഷൻ എടുത്തേക്കുന്നത്. ഞാൻ കാലത്ത് തുടങ്ങിയ സെൻറ്റർ പാർട്ടിഷൻ എനിക്ക് കൊള്ളാത്ത കണക്കാണ് തോന്നുന്നു. എൻ്റെ മുടി എനിക്ക് സെൻറ്ററായിട്ട് എടുക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഞാൻ ഇങ്ങനെ സെൻറ്റർ എടുത്ത് കെട്ടാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് പക്ഷെ വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല സെൻറ്റർ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഒരു ടിക് ടാഗ് കുത്തി കൊടുത്തു. അപ്പോൾ നിങ്ങൾ പറയണേ എനിക്ക് സെൻറ്റർ പാർട്ടിഷൻ ചേരുന്നുണ്ടോയെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ടിക് ടാഗ് കുത്താം, അല്ലെങ്കിൽ അത് ഊരി വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഒരു സൈഡ് കെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് കെട്ടാം. വലിയ കാര്യമായിട്ടുള്ള ഹെയർ സ്റ്റൈലൊന്നും ഇല്ല. കാരണം ഈ മുടിക്കകത്ത് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഹെയർ സ്റ്റൈലൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാത്തുമില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഇതുണ്ട് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് കുത്തി കൊടുക്കാം. ഓക്കെ, അയ്യോ ഇതിൻ്റെ മുടി കെട്ടിയില്ലേ? കെട്ടിത്തരാം, വെയിറ്റ് ചെയ്യ്. എൻ്റെ മോള് തന്നെ ഒരുങ്ങിക്കോളും. പക്ഷെ മുടി കെട്ടുന്ന കാര്യം വരുമ്പോഴേ ഉള്ളൊരു പ്രശ്നം. അപ്പം ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്മൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. ഹണി ഇതിൻ്റെ കൂടെ ഏത് ഇയറിങ്സ് ഇടും? ഓക്കെ, അപ്പോൾ ഇതിട്ട് ഇടാം.
ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഒരു സ്ട്രൈറ്റ്നറിൻ്റെ കാര്യം എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഇതൊരു 8-9 അല്ല ഹണിയുടെ പ്രായം. ഹണിയെ പ്രസവിച്ച സമയത്ത്, അത് ഹണിയുടെ ടൈമിൽ 10 വർഷമായി ഞാൻ ഈ ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നർ മേടിച്ചിട്ട് ഇതേവരെ ഒരു കംപ്ലൈൻറ്റും ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല. അടിപൊളി സ്ട്രൈറ്റ്നർ. പക്ഷേ ഇതിൻ്റെ ലിങ്ക് കാണുമെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഒരുപാട് ഈ 10 വർഷം കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഹണിയുടെ മുടിയും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അവൾ തന്നെ അങ്ങ് ഒരുങ്ങിക്കോളും, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. തനിയെ അങ്ങ് മേക്കപ്പൊക്കെ ചെയ്തോളും. പിന്നെ ജസ്റ്റ് മുടി ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ നമ്മുടെ ദുപ്പട്ടയും കൂടി, ഓ സോറി, ഇത് നമ്മുടെ സുഡിയെന്ന് മേടിച്ച സൽസയാണ്. 100 രൂപ കേട്ടോ. ഷെയ്ഡോ? അപ്പോൾ നമുക്ക് നല്ല ഫ്രൂട്ടിൻ്റെ മണം, നല്ല ഫ്രഷ് ഫ്രൂട്ടിൻ്റെ മണമാണ് ഗൈസ്. അപ്പോൾ അപ്പോൾ ഇതാണ് എൻ്റെ ഫുള്ള് ലുക്ക്. ഞാനിപ്പോൾ ഫുള്ള് ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രേ ഉള്ളു ഗൈസ് എൻ്റെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് അനാർക്കലി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.